ഇന്നൊരു കല്യാണ വിശേഷം പറയാം. ഇന്ന് കല്യാണത്തിനൊക്കെ പോയിട്ടൊക്കെ വന്ന സമയമാണ്. അപ്പം ഇവിടുത്തെ അച്ഛൻ്റെ ഏറ്റവും അടുത്തൊരു ബന്ധുവിൻ്റെ ആണ് കല്യാണം. അപ്പോൾ കുറച്ച് ദിവസം കൊണ്ട് അതിനെക്കുറിച്ച് ഇങ്ങനെ പറയുന്നുണ്ട്. മഴയായിരുന്നെങ്കിൽ പോത്തില്ലായിരുന്നു. ഇന്ന് വലിയ പ്രശ്നമൊന്നും ഇല്ലാത്ത രീതിയിൽ മഴ പെയ്യുന്നില്ല, ഇങ്ങനെ മൂടിക്കെട്ടി നിൽക്കുന്നു. ഉച്ച സമയത്ത് അത്യാവശ്യം ഒന്ന് നല്ല രീതിയിലുള്ള ചൂടുള്ള വെയിലുണ്ടായിരുന്നു. വലിയ വെയിലല്ലെങ്കിലും ഒരു മങ്ങിയ വെയിലാണ്, പക്ഷെ നല്ല ചൂടായിരുന്നു. അങ്ങനത്തെ ഒരു വെയിലൊക്കെ ആയിരുന്നു. ഞങ്ങൾ ഉച്ച കഴിഞ്ഞ് 12 മണിക്ക് ശേഷമായിരുന്നു കല്യാണം. ഞങ്ങൾ പിന്നെ റെഡിയായി ഇവിടുന്ന് നടന്ന് ചെന്ന് അടുത്ത് തന്നെ ഒരു അമ്പലത്തിൽ വെച്ച തൊട്ടടുത്തൊരു അമ്പലമുണ്ട്, അവിടെ വെച്ചായിരുന്നു കല്യാണം. ഞങ്ങൾ ചെന്നു. അപ്പം ഞാൻ പോകുന്ന വഴിക്ക് മോട്ടറിനോട് പറയുന്നു, മോട്ടാ കല്യാണപ്പെണ്ണിനെ കാണിച്ചു തരാം. ആദ്യമായിട്ടാണ് ഒരു കല്യാണത്തിന് പോകുന്നത്. ഞങ്ങൾ റിസപ്ഷനൊക്കെ പോയിട്ടുണ്ട്, പക്ഷെ കല്യാണത്തിന് പോകുന്നത് ആദ്യമായിട്ടാണ്. ഞാനും കുറേ നാളുകൾക്ക് ശേഷം, വർഷങ്ങൾക്ക് ശേഷം ഒരു കല്യാണത്തിന് പങ്കെടുക്കുകയാണ്. കറക്റ്റൊരു 3 വർഷമെങ്കിലും ആയിട്ടുണ്ട് ഞാനൊരു കല്യാണത്തിന് പോയിട്ട്. റിസപ്ഷന് പോയിട്ടുണ്ട് എന്നല്ലാതെ കല്യാണം കാണുന്നതും കല്യാണ സദ്യ കഴിക്കുന്നതൊക്കെ 3 വർഷത്തിന് ശേഷമാണ്. അങ്ങനെ നമ്മൾ ചെന്നു. അപ്പോൾ നമ്മൾക്കറിയാവുന്നവരൊക്കെ ഉണ്ട്. കല്യാണമൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇങ്ങനെ ഞാൻ നോക്കിയപ്പോൾ നമുക്ക് രണ്ടുപേരും എന്താ പറയുക, ഒരേപോലുള്ള വണ്ണം കുറവാണ് രണ്ടുപേർക്കും. ഒരു പാവം പിടിച്ച് വെച്ചു, നല്ലൊരു പയ്യനും കുഴപ്പമില്ല. അപ്പം ആ പയ്യനും എനിക്ക് കൊച്ചൻ്റെ രീതി കണ്ടിട്ട് നല്ലപോലെ മറ്റുള്ളവരെ ഒന്ന് കെയർ ചെയ്യുന്നതും ഒന്ന് ശ്രദ്ധിക്കുന്നതും ഒക്കെ ആയിട്ടുള്ള ഒരു കൊച്ചനാണെന്ന് തോന്നുന്നു. നമുക്കറിയില്ല എൻ്റെ അപ്പുറത്തേക്ക്. അപ്പം ഇത് കല്യാണം കഴിഞ്ഞു. ഞങ്ങളവിടെ ഇങ്ങനെ ഇരിക്കും. അപ്പോൾ സദ്യ എന്ന് പറയുമ്പോൾ ആദ്യം എല്ലാവരും ആ ഉച്ച സമയം കൊണ്ട് എല്ലാവർക്കും തിരക്കാണല്ലോ. അത് അത്യാവശ്യം ആളും ഉണ്ടായിരുന്നു. അപ്പം കല്യാണം കഴിഞ്ഞിങ്ങനെ ഞാനിങ്ങനെ കല്യാണപ്പെണ്ണ് അകത്തേക്ക് വന്നപ്പോഴേ ഈ പുറകുവശത്ത് ഇങ്ങനെ മുടി പിന്നിയിട്ടിട്ട് ഇടയ്ക്കിടയ്ക്ക് മുല്ലപ്പൂ ഇങ്ങനെ കെട്ടിയിട്ടുണ്ട് വട്ടത്തിൽ. അപ്പം ഒരിടത്ത് നോക്കിയിട്ട് എനിക്കൊന്ന് കസേരയിൽ ഇരുന്നപ്പം കസേരയായിട്ട് ഒരഞ്ഞൊരഞ്ഞ് തോന്നുന്നു ഒരു സൈഡിൽ പുറകുവശത്ത് നൂല് മാത്രമേ കാണുന്നുള്ളൂ, ഈ പിന്നലിൻ്റെ മുകളിൽ. അപ്പോൾ അതിങ്ങനെ ഒരഞ്ഞിട്ട് കസേരയിൽ ഇരിക്കുകയൊക്കെ ചെയ്തിട്ട് ഒരഞ്ഞിട്ട് പൂവെല്ലാം കൊഴിഞ്ഞു പോയത്. അപ്പം നന്നായിട്ട് ആ നൂലിങ്ങനെ കാണാം മുടിയിൽ. പക്ഷെ അത് ആരും ഒന്നും ശ്രദ്ധിക്കുന്നില്ല. അപ്പം ഞാൻ അപ്പോഴേ ശ്രദ്ധിക്കും, ആരെങ്കിലും ഒന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ. അപ്പം കല്യാണമൊക്കെ കഴിഞ്ഞ് ഒരു ഇച്ചിരി ഫോട്ടോയൊക്കെ എടുത്ത് തിരിച്ചു വന്നപ്പോഴത്തേക്കും ഞാൻ എൻ്റെ അടുത്ത് ചെന്നിട്ട് ഞാൻ പറഞ്ഞു, ഇതിങ്ങനെ വന്നതാണോ എന്ന് പറഞ്ഞിട്ട് ആ നൂല് പൂ കാണത്തക്ക രീതിയിലാക്കി ഞാൻ വെച്ചു. അപ്പോൾ അങ്ങനെ ചെയ്തപ്പോഴത്തേക്കും ഈ ഫോട്ടോ എടുക്കുന്ന പിള്ളേരുണ്ട്, ചേച്ചി ഈ ഇവിടെയൊക്കെ ഇരിക്കുന്ന പൂവും കൂടെ ഒക്കെ ഒന്ന് തട്ടിക്കളയാൻ പറഞ്ഞു. പിന്നെ ഞാൻ ആ പൂവൊക്കെ ഒന്ന് തട്ടിക്കളഞ്ഞ് ഓക്കെ. അപ്പം ഇവർ ഫോട്ടോ എടുക്കുന്നെങ്കിൽ ഇവരുടെ കൂടെ ആരുമില്ല. അതാണ് ഏറ്റവും വലിയ. സാധാരണ ഈ ഫോട്ടോയൊക്കെ എടുക്കുമ്പോൾ ഏതെങ്കിലും പെങ്ങന്മാരാരെങ്കിലും ഒക്കെ അവരുടെ കൂടെ നടക്കും, ഇടയ്ക്കൊന്ന് നോക്കിയില്ലെങ്കിലും ഇടയ്ക്കൊന്ന് നോക്കുകയൊക്കെ ചെയ്യുമല്ലോ. കറക്റ്റൊക്കെ ആക്കി ഒന്നോട് മാലയൊക്കെ ചെയ്തിട്ടുണ്ട്, അങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കില്ല. അപ്പോൾ അങ്ങനെയൊന്നും കൂടെ ആരും ഇല്ലാത്തതുകൊണ്ട് ഈ ഫോട്ടോഗ്രാഫർമാർക്ക് ചെയ്ത് കൊടുക്കാനും പറ്റത്തില്ല. അപ്പോൾ ലാസ്റ്റ് ഈ മാലയൊക്കെ ഇങ്ങോട്ട് ഇറങ്ങിക്കിടന്നതൊക്കെ ഇവർ തമ്മിൽ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ മാറ്റിയൊക്കെ ശരിയാക്കുന്നുണ്ട്. ഈ ഫോട്ടോഗ്രാഫർമാർ പറയുമ്പോൾ ഈ പെണ്ണും ചെറുക്കനോട് എല്ലാം ശരിയാക്കുന്നൊക്കെ ഉണ്ട്. അവരുടെ കൂടെ പക്ഷെ ആരുമില്ല. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കഴിക്കാനൊക്കെ പോയി. കുറേ പേര് കയറി. കാരണം 1 മണിയും കഴിഞ്ഞു. എനിക്ക് തോന്നുന്നു 2 മണി ആ സമയത്തൊക്കെയാണ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ തോന്നുന്നത്. അപ്പോൾ ഞാനിവിടെ നിന്ന് ബിസ്ക്കറ്റും വെള്ളമൊക്കെ കൊണ്ടുപോയിരുന്നു. അപ്പോൾ ഇടയ്ക്ക് വെള്ളമൊക്കെ കൊടുത്ത ആളിന് തന്നെ അമ്പലം ഒന്ന് ഭയങ്കര ഇഷ്ടമാണ്. മണ്ണിൽ കൂടെ നടക്കുക. എന്നിട്ട് മണ്ണിൽ കൂടെ എല്ലാം നടന്ന് തലയിലൊക്കെ കുറേ മണ്ണൊക്കെ വാരിയിട്ട് ഇങ്ങനെ നടക്കുക. പിള്ളേരൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ അവരുടെ കൂടെ അങ്ങ് പൊക്കോളും. അവിടെ പെങ്ങളുടെ പിള്ളേരൊക്കെ ഉണ്ട്. നടക്കുന്ന ഇടയ്ക്ക് ഞാൻ നോക്കിയപ്പോഴത്തേക്കും അമ്പലത്തിൻ്റെ അവിടെ ഈ കല്ല് പായിട്ടുണ്ട്. നല്ല ചൂടാണ്, മണ്ണിന് വരെ ചൂടുണ്ട്, ആ വെയിലുള്ള മണ്ണിന്. അപ്പം ഞാൻ നോക്കിയപ്പോൾ അങ്ങോട്ട് ചെല്ലുന്നതും കണ്ട് ഭയങ്കര കരച്ചിലും കേട്ടു. ഞാൻ ഇവിടെ നിന്ന് എണീറ്റപ്പോഴത്തേക്ക് അവിടെ നിന്ന് അച്ഛനൊക്കെ വന്ന് എടുത്തുകൊണ്ട് പോയി. അപ്പോൾ കാല് പുള്ളി കിടക്ക് അങ്ങനെ ചൂടോടെ ഇരിക്കുമല്ലോ, പുള്ളിക്ക് കാല് പൊള്ളി, അങ്ങനെ എടുത്തുകൊണ്ട് പോയി. പിന്നെ ഞാൻ മാറിയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഈ കല്യാണ സമയത്ത് ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു ഭാര്യ, ഭർത്താവ്, ഒരു കൊച്ച്, അത്യാവശ്യം ഒരു 5-6 ആ ഒരു പ്രായത്തിലുള്ള കൊച്ചാണെന്ന് തോന്നുന്നു, 4-5 ആ ഒരു പ്രായം.
ഇവർ 3 പേരും ചെരുപ്പിട്ടുകൊണ്ട് വന്നേക്കുകയാണ്. അതായത് ഈ കല്യാണം നടക്കുന്ന ആ ഒരു സ്ഥലം എന്ന് പറയുന്നത് ഒരു ദൈവത്തിൻ്റെ മുന്നിലാണ്. അതിൻ്റെ അപ്പുറത്ത് നമ്മളിപ്പം ഒരമ്പലത്തിന് മെയിൻ പ്രതിഷ്ഠയ്ക്ക് ചുറ്റും ഒരു അമ്പലമുണ്ടല്ലോ. അപ്പം അങ്ങനെ ഒരു അമ്പലമല്ല, ആ അമ്പലത്തിന് പ്രധാനപ്പെട്ട പ്രതിഷ്ഠയിരിക്കുന്ന അമ്പലത്തിന് ചുറ്റും ഒരു മതിൽ പോലുണ്ടല്ലോ. അതാണ് അവിടെയാണ് തിടപ്പള്ളി മറ്റു കാര്യങ്ങളും ചുറ്റുമായിട്ടൊരു സ്പേസ് ഉണ്ട്. അതൊരു മതിൽ പോലെ ഇങ്ങനെ നിൽക്കും. അവിടെ നമ്മളകത്ത് അതിനുള്ള രീതിയിൽ ഞാൻ പറയുന്നതിലൊക്കെ ആർക്കും മനസ്സിലാവില്ല. അങ്ങനൊരു സംഭവം ചുറ്റും ഒരു അമ്പലത്തിന് ചുറ്റും ഒരു മതിൽ, ആ മതിലിനകത്താണ് ഈ മെയിൻ പ്രതിഷ്ഠയുള്ളത്. ഇതിന് വെളിയിൽ കുറച്ച് ഉപദേവങ്ങളുണ്ട്, കുറേ അമ്പലങ്ങളുണ്ട്. 1, 2, 3, 4, 5 അമ്പലങ്ങളുണ്ട്. അതിൽ ഒരെണ്ണത്തിൻ്റെ വാതിക്കൽ വെച്ചിട്ടാണ് ഈ കല്യാണം നടക്കുന്നത്. ഒരു ചെറിയൊരു ഹോള് പോലാണത്. അങ്ങനെ അവിടെ വെച്ച് കല്യാണം നടക്കുന്നു. തൊട്ടപ്പുറത്ത് ശിവൻ്റെ അമ്പലമുണ്ട്. അപ്പം ഈ വെളിയിലൊരു മതിലില്ല, പകരം ചുറ്റും ഇങ്ങനെ അതിര് തിരിച്ചിട്ടുണ്ട്, തറ കെട്ടിയിട്ട് ചുറ്റും, അമ്പലത്തിന് ചുറ്റും. അപ്പം അവിടെ 2 സൈഡിലും എഴുതി വെച്ചിട്ടുണ്ട്, ചെരുപ്പിട്ടുകൊണ്ട് പാദരക്ഷകൾ ഉപയോഗിക്കരുത്, അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആരും അങ്ങനെ കണ്ടില്ല കേട്ടോ. എല്ലാവരും തന്നെ അപ്പുറത്ത് തന്നെ ചെരുപ്പ് ഊരിയിട്ടിട്ടേ അകത്തോട്ട് കയറാറുള്ളൂ. കാരണം പിന്നെ അമ്പലമാണ് തൊട്ടടുത്ത് തന്നെ. ഈ സ്ത്രീയും പുരുഷനും അവരെന്തായാലും ഹിന്ദുക്കളാവാം, എനിക്ക് തോന്നുന്നു ഹിന്ദുവാണെന്ന്. എന്തുവായാലും ബാക്കിയുള്ളവരൊന്നും ചെരുപ്പിട്ടിട്ടില്ല. ഇവർ വന്ന് ഈ കല്യാണം നടക്കുന്നതിൻ്റെ അവിടെ വെളിയിൽ നിൽക്കുകയാണ്, ചെരുപ്പിട്ടുന്നുണ്ട്. അപ്പം ഞാനിത് എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട്, പക്ഷെ ആരും ഒന്നും പറയുന്നില്ല. അത് കഴിഞ്ഞിട്ട് ഇവർ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്പലത്തിനോട് ചേർന്ന് ഈ ഒരു പൊക്കത്തിൽ ഇങ്ങനെ തറ കെട്ടുമല്ലോ, അമ്പലവും ആയിട്ട് ചേർന്ന് പൊക്കത്തിൽ തറ കെട്ടും. അതുവഴിയാണ് നമ്മൾ പ്രദക്ഷിണമൊക്കെ ചെയ്യുന്നത്. അപ്പം ശിവൻ്റെ അടുത്ത് അങ്ങനെ ചെയ്തിട്ടുണ്ട്. ചെരുപ്പ് ഇട്ടുകൊണ്ട് അവിടെ കയറി അമ്പലത്തിനോട് ചേർന്ന് നിൽക്കുകയാണ്. അവർ ചേർന്ന് നിൽക്കുന്ന ആ ഒരു ഇതിനകത്തിൽ, അമ്പലത്തിനകത്ത് ദൈവമുണ്ട്. അമ്പലത്തിനോട് ചേർന്ന് ചെരുപ്പ് ഇട്ടുകൊണ്ട് ഈ 3 പേരും നിൽക്കുകയാണ്. എനിക്കിത് കണ്ടിട്ട് ഭയങ്കരമായിട്ടും ഇറിറ്റേഷൻ തോന്നുന്നുണ്ട്. കാരണം അതൊരിക്കലും ഒരു ശരിയായ കാര്യമല്ല. അപ്പം ഞാൻ ആ സ്ത്രീയൊക്കെ വലിയ എന്തോ ഒരു പവറിൽ ഇങ്ങനെ അവരുടെയൊക്കെ മുഖത്ത് എഴുതിച്ചിട്ടുള്ള ഒരു രീതി വെച്ച് നമ്മൾ മനസ്സിലാക്കുക. അവർ ആരെയും മൈൻഡ് ചെയ്യാതെ അവരങ്ങനെ കല്യാണം കണ്ടുകൊണ്ടിരുന്നു, പെൺകൊച്ചുകൊണ്ട് താഴ്ന്നത്. അപ്പോൾ എല്ലാവരും 3 പേരും ചെരുപ്പിട്ടുകൊണ്ട് അങ്ങനെ നിൽക്കുകയാണ് ആ തറയിൽ കയറി. കാരണം നമ്മൾ ആ തറയെന്ന് പറയുന്നത് അമ്പലത്തിനകത്തുനിന്ന് ഓവ് വരുന്ന വെള്ളമൊക്കെ വീഴുന്ന ആ ഭാഗമാണിത്. അവിടെയൊക്കെ ഇങ്ങനെ തറ കെട്ടിയേക്കുവാണ്. അപ്പോൾ ഇയാൾ ഇങ്ങോട്ട് നോക്കിയപ്പോഴത്തേക്കും ഞാൻ അയാളുടെ മുഖത്തോട്ട് നോക്കി. എന്നിട്ട് ഞാൻ അയാളുടെ കാലെ നോക്കിയിട്ട് വീണ്ടും ഞാൻ അയാളുടെ മുഖത്ത് നോക്കി. അപ്പോൾ അയാൾക്ക് മനസ്സിലാക്കിയിട്ടുണ്ട് അയാൾ ആ ചെരുപ്പയിലാണ് ഞാൻ നോക്കുന്നതെന്നും അത് ശരിയല്ല എന്നുള്ള രീതിയിലാണെന്ന് അയാൾക്ക് മനസ്സിലായത്. ഞാനത് ആ രീതിയിലാണ് കാലിലോട്ട് നോക്കിയിട്ട് ചെരുപ്പ് നോക്കി, എന്നിട്ട് ഞാനത് തിരുവുകയും ചെയ്തു. പക്ഷേ അയാൾ മൈൻഡ് ചെയ്തൊന്നുമില്ല. അയാൾ അവിടെ നിന്ന് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഭാര്യയും കൊച്ചുകൂടെ നടന്നു പോയി. അപ്പോഴും ആ ചെരുപ്പ് ഇട്ടുകൊണ്ട് തന്നെയാണ് അവർ പോകുന്നത്. അല്ല, ചെരുപ്പിടുക ഇടാതിരിക്കുകയല്ല അവരവരുടെ സൗകര്യം. പക്ഷെ നമ്മളൊരു അമ്പലത്തിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ ഇല്ലയോ എന്നല്ല, ഏതെടുത്തും ഒരു ആരാധിക്കാനായിട്ട് ഒരു സ്ഥലം കണ്ടെത്തി എത്രയോ മനുഷ്യർ അങ്ങേയറ്റം വിശ്വാസത്തോടു കൂടി വന്നെത്തുന്ന ഒരു സ്ഥലമാണ് അല്ലേ. അപ്പം ഇവരെ ആരും വിളിച്ചിട്ടില്ല. നിങ്ങൾ നിർബന്ധമായും ഇതിനകത്ത് കയറണമെന്നും പറഞ്ഞുകൊണ്ട് ഇവരെ ആരെയും വിളിച്ചിട്ടില്ല. ഒറ്റ മനുഷ്യരെയും ഒരമ്പലത്തിലോട്ടും നിങ്ങൾ പ്ലീസ് ഒന്ന് വരൂ എന്നും പറഞ്ഞിട്ട് ക്ഷണിക്കുന്നില്ല. അല്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അമ്പലത്തിൽ വരണം എന്ന് പറഞ്ഞുകൊണ്ട് ആരെയും ക്ഷണിക്കുന്നില്ല. ഫൈനൊന്നും ഏർപ്പാട് ചെയ്തിട്ടില്ല. അപ്പം ചെരുപ്പൂരാൻ കഴിയാത്തവർ അമ്പലത്തിനകത്തേക്ക് കയറണ്ട, വെളിയിൽ സ്ഥലമുണ്ട് അല്ലേ. ആ അമ്പലത്തിൻ്റെ വെളിയിൽ നിന്നാലും കാണാൻ പറ്റും അവിടെ എന്താണ് ആൾക്കാരൊക്കെ നിൽക്കുന്നതെന്നൊക്കെ മനസ്സിലാവും. അങ്ങനെ നിന്ന് കാണുന്നവരുണ്ട് അവിടെ. ചെരുപ്പൂരാൻ കഴിയാത്തവർ അവിടെ നിൽക്കുന്നത് കാണണം. ഇത് ഇത്രയും വിശ്വാസികളെയും വെല്ലുവിളിക്കുന്ന രീതിയിൽ അത്ര മോശമായിട്ട് ഒരു ഭാര്യയും ഭർത്താവും ഒരു കൊച്ചുമുണ്ട് കൂടെ അവിടെ വന്ന് നിന്നു. അപ്പോൾ എനിക്കത് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. എൻ്റെ മനസ്സിൽ ഒരു ഈശ്വരൻ, ഒരു വിശ്വാസമുണ്ട്. പക്ഷെ അത് അധികമായൊരു വിശ്വാസവുമല്ല. എന്നിട്ട് പോലും അതെനിക്ക് ഉൾക്കൊള്ളാൻ പറ്റിയില്ല.
കാരണം മറ്റുള്ളവരെല്ലാവരും തന്നെ ചെരുപ്പില്ലാതെ ആ സ്ഥലത്ത് നിൽക്കുമ്പോൾ ഈ ഇത്രയും മുതിർന്ന 2 വ്യക്തികൾ അവർ ചെരുപ്പ് ഇട്ടുകൊണ്ട് അവിടെ നിൽക്കുന്നു. അതും മണ്ണിലല്ല. നമ്മളെന്തായാലും ഒരു വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് ദേവൻ ഇരിക്കുന്നതിൻ്റെ തൊട്ട് അടുത്ത്, ദേവൻ ഇരിക്കുന്ന അമ്പലത്തിനോട് ചേർന്ന് കൊണ്ട് തന്നെ നിൽക്കുകയാണ് ചെരുപ്പൂട്ടുണ്ട്. അവിടെ ആരും എന്നുവെച്ചാൽ ആ തറ കെട്ടിയെടുത്ത് എപ്പോഴും മണ്ണൊക്കെ നീട്ടി ടൈലാണ് ഇട്ടിരിക്കുന്നത്. അവിടെ അതിന് തൊട്ടടുത്താണ് നന്ദി ഇരിക്കുന്നത്. അപ്പോൾ ആ അത്രയും അടുത്ത് ചെന്ന് ചെരുപ്പ് ഇട്ടുകൊണ്ട് നിൽക്കാനും മാത്രമുള്ള ധൈര്യം ആ സ്ത്രീക്കും പുരുഷനും എവിടുന്ന് കിട്ടി? വേറെ ഒരു മതത്തിലോ ജാതിയിലുള്ളവർ, അല്ലെങ്കിൽ ജാതി പറയുന്നില്ല, മതത്തിലുള്ളവരാണെങ്കിൽ ചിലർ കയറില്ല. പക്ഷേ അവിടെ ഒരു വേറൊരു ജാതിയിൽപ്പെട്ട മതത്തിൽപ്പെട്ട ഒരു അമ്മയുണ്ടായിരുന്നു. അവർ ചെരുപ്പൂരി ഇട്ടിട്ടായിരിക്കും അകത്ത്, ഞാൻ കണ്ടില്ലത്. അങ്ങനെയുള്ളവർ കയറുന്നൊക്കെ ഉണ്ട്. പക്ഷെ അത് മെയിൻ അമ്പലത്തിനകത്തേക്ക് കയറുന്നില്ല, പുറമെയാണ് ദേവതടുത്ത്. പക്ഷേ അയാൾക്ക് മനസ്സിലായി, ഞാൻ അയാളുടെ ചെരുപ്പയിലാണ് നോക്കിയത്, അത് ശരിയല്ല എന്ന രീതിയിലാണ് ഞാൻ അയാളുടെ മുഖത്തേക്ക് നോക്കിയിട്ടുള്ളതെന്ന് അയാൾക്ക് മനസ്സിലായിട്ടും അയാൾ അവിടെ തന്നെ നിന്നു. അപ്പോൾ ഇങ്ങനെയുള്ള മനുഷ്യരെന്താണ് ഈ സമൂഹത്തിന് നൽകുന്നത്? എൻ്റെ സ്ഥാനത്ത് മറ്റേതെങ്കിലും വിശ്വാസം കൂടി ഇതായിട്ട് നിൽക്കുന്ന, അല്ലെങ്കിൽ അമ്പലത്തിലൊരു ജീവനക്കാരൻ കണ്ടിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അയാളെ ചോദ്യം ചെയ്തേനെ. ചില മനുഷ്യരുണ്ട് ഇച്ചിരി മദ്യവും കൂടെ കഴിച്ചിട്ടിരിക്കുകയാണെങ്കിൽ അയാൾക്ക് ചിലപ്പോൾ ഒരടിയും കിട്ടിയെന്ന് വരും. കാരണം അത്രയ്ക്കും മോശമായൊരു കാര്യമാണ് ചെയ്തേക്കുന്നത്. എന്തുകൊണ്ട്? ശരിയാണ്, ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു പ്രാവശ്യം ഞങ്ങളൊരു ക്രിസ്ത്യൻസിൻ്റെ കല്യാണത്തിന് പോയി. അതുപോയെന്ന് വെച്ചാൽ നമുക്കറിയാവുന്ന ഇവിടുത്തെ ഒരു ഫ്രണ്ടായിട്ട് വരും. അപ്പം എനിക്ക് അത്ഭുതപ്പെട്ടെന്ന് വെച്ചാൽ അവർ ചെരുപ്പ് ഇട്ടുകൊണ്ടാണ് പള്ളിയുടെ അകത്ത് കയറുന്നത്. പള്ളിയുടെ അകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ വിശ്വാസപ്രകാരം അവരുടെ ദൈവം ഇരിക്കുന്നിടത്ത് തൊട്ടിപ്പുറത്ത് വരെ അവർക്ക് ചെരുപ്പ് ഇട്ടുകൊണ്ട് നിൽക്കാം. അപ്പോൾ ഈ വന്നിരിക്കുന്നവരും ആ ഒരു മതത്തിൽ വിശ്വസിക്കുന്നവരാണെങ്കിൽ ചിലപ്പോൾ അവർക്ക് തെറ്റായിട്ട് തോന്നുന്നില്ലായിരിക്കും. പക്ഷേ അവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വേറെ ആരും ചെരുപ്പിട്ടിട്ടില്ല. മാത്രമല്ല അവിടെ വെളിയിൽ ബോർഡ് വെച്ചിട്ടുണ്ട്, അവിടെ എല്ലാം ചെരുപ്പും കിടപ്പുണ്ട് ആളുകളുടെ. അപ്പം തീർച്ചയായിട്ടും അറിയാം അവിടെ ചെരുപ്പിട്ടുകൊണ്ട് കയറാൻ പറ്റത്തില്ല. അല്ല, നിർബന്ധമുള്ളവരാണെങ്കിൽ വെളിയിൽ ചെരുപ്പൂരി വെക്കണമെന്നേ, കയറണമെന്നുണ്ടെങ്കിൽ കയറിയാൽ മതി. വെളി ചെരുപ്പൂരിട്ട വല്ലവരും എടുത്തുകൊണ്ട് പോകുന്നുള്ളവർ കയറണ്ട അല്ലേ? സത്യമായിട്ടും. അത് കഴിഞ്ഞപ്പോഴത്തേക്കും കൊച്ചു പിള്ളേർ ഒക്കെ ഇങ്ങനെ ഷൂ ഒക്കെ ഇട്ടുകൊണ്ട് അവിടെ അതുവഴി നടക്കാം. അപ്പോൾ അവിടുത്തെ ഒരു അമ്മ, അവിടുത്തെ ജീവനക്കാരി അമ്മ അവിടെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ അമ്മ പറഞ്ഞ് പിള്ളേർ അത് മുതിർന്നവരത് പറഞ്ഞ് മനസ്സിലാക്കണ്ടേ അത് ഇടാൻ പാടില്ലെന്ന്. അപ്പോൾ അമ്മ പറയായിരുന്നു, ഇതുപോലെ ഒരാൾ ധിക്കരിച്ചിട്ട് ചെരുപ്പ് ഇട്ടുകൊണ്ട് കയറിയിട്ട് അടിച്ചു തല്ലി വീണു എന്നാണ് പറഞ്ഞത്. അങ്ങനെ തന്നെ പറഞ്ഞു, അടിച്ചു തല്ലി വീണിട്ട് അവൻ്റെ തലയ്ക്കൊക്കെ എന്തോ പ്രശ്നമായി കോമയിലായിപ്പോയി. എന്തെല്ലാം ചികിത്സയെല്ലാം നടത്തി ലാസ്റ്റ് ഇവിടെ വന്ന് മാപ്പ് വരെ പറഞ്ഞ്, അത് കഴിഞ്ഞിട്ട് അവനെ എണ്ണിച്ച് നടക്കാൻ തുടങ്ങിയത്. അപ്പോൾ അത് അവരുടെ ആ വിശ്വാസമാണോ പറയുന്നത്. അപ്പം ഈ അമ്മ തന്നെ പറയണത്, ഞാനായിട്ടിപ്പം പിന്നെ ആരോടും പറയാറില്ല ആരെങ്കിലും അങ്ങനെ ചെയ്താൽ. കാരണം ആരെങ്കിലും വെല്ലുവിളിച്ച് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ അവർക്കുള്ളത് കൊടുത്തോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്കൊരു വിശ്വാസമുണ്ട്. നമ്മളുടെ അതെല്ലാവർക്കും ഓരോ വിശ്വാസമുണ്ട് അല്ലേ? എൻ്റെ വിശ്വാസവും മറ്റുള്ളവരുടെ വിശ്വാസം ഒരുപോലെയല്ല. പക്ഷേ വിശ്വസിക്കുന്നവരെ ഒരിക്കലും നമ്മൾ കളിയാക്കാൻ പാടില്ല അല്ലേ? നമ്മൾ ഉൾക്കൊള്ളാൻ നമുക്ക് പറ്റിയില്ലെങ്കിലും ഒരിക്കലും തള്ളിപ്പറയുന്ന രീതിയിലേക്ക് പോകരുത് മൊത്തമായിട്ട്. കാരണം അത് വിശ്വസിക്കുന്ന, അല്ലെങ്കിൽ അത് വിശ്വസിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരുപാട് വ്യക്തികളുണ്ട്. പല പ്രതിസന്ധികളെയും അവർക്ക് തരണം ചെയ്യാൻ പറ്റുന്നത് ഇത്തരത്തിലുള്ള ശക്തികളിൽ അവർ വിശ്വസിക്കുന്നതുകൊണ്ടായിരിക്കാം. ഇല്ല, വിശ്വാസമില്ലാത്തത് കൊണ്ടല്ലല്ലോ. ഈ പള്ളികളിലായാലും അമ്പലങ്ങളിലായാലും ഒക്കെ എന്ത് തിരക്കാണ് അല്ലേ? ഇപ്പം ഗുരുവായൂർ ഉദാഹരണം പറഞ്ഞാൽ ഒന്ന് കാണണമെങ്കിൽ എത്ര മണിക്കൂർ ക്യൂ നിന്നാണ് അവിടുത്തെ ഭഗവാനെ ഒന്ന് കാണാൻ പറ്റുക. എത്ര ദൂരത്തുനിന്ന് ആൾക്കാർ വരുന്നു. ശബരിമല ഇത്രയും ദൂരം. നമുക്ക് ഇപ്പോഴൊക്കെയാണ് ഇവിടെയൊക്കെ ആളുകൾ മാല ഇട്ട് കഴിഞ്ഞാൽ ചെരുപ്പിട്ടുകൊണ്ട് നടക്കുന്നത്. പണ്ടൊന്നും ചെരുപ്പ് പോലും ഇടത്തില്ല. ഇത്രയും മല താണ്ടി പോകുന്നത് ചെരുപ്പ് ഇട്ടുകൊണ്ടാണ്, ചെരുപ്പില്ലാതാണ് പോകുന്നത് അല്ലേ? അപ്പോൾ ആ വിശ്വാസം, ഭക്തി
ഇതൊക്കെ ഒരിക്കലും മനസ്സിന് ദോഷമുണ്ടാക്കുന്ന കാര്യങ്ങളല്ല. അപ്പോൾ എന്തിൻ്റെ പേരിലായാലും ഏത് മതത്തിലോ ജാതിയിലോ പെട്ടവരായിക്കൊള്ളട്ടെ, ഒരു അമ്പലത്തിൽ വരുമ്പോൾ അവിടെ മറ്റുള്ളവർ പാലിക്കുന്ന ഒരു മര്യാദ, അത് പാലിക്കാനുള്ള ഒരു മിനിമം ഒരു സ്വഭാവമെങ്കിലും വേണം. പുറമേ നിങ്ങൾ എന്ത് വേണമെങ്കിലും ആയിക്കോ, അല്ല ഞാൻ ചെരുപ്പില്ലാതെ എങ്ങോട്ടും ഇറങ്ങില്ല എന്നുള്ളെങ്കിൽ വീട്ടിലിരിക്കുക, അല്ലെങ്കിൽ മതിലിന് പുറത്ത് നിന്ന് കാണുക, അല്ലേ? കല്യാണം കഴിഞ്ഞ് പെണ്ണിന് ചെറുക്കന് അപ്പുറത്ത് ഓഡിറ്റോറിയം ഉണ്ട്, അവിടെ വന്നാണ് ഫുഡ് കഴിക്കുന്നത്, അവിടെ ചെരുപ്പ് ഉപയോഗിക്കുക. അവിടെ ചെരുപ്പ് ഇട്ടുകൊണ്ട് ചെന്ന് ചെറുക്കനെയും പെണ്ണിനെയും കാണാമല്ലോ. ഇതെനിക്ക് എന്തായാലും, ഞാൻ അമിതമായിട്ട് ഭക്തിയുള്ള അല്ലെങ്കിൽ വിശ്വാസമുള്ള ഒരു വ്യക്തിയല്ല. ആവശ്യത്തിന് ഞാൻ വിശ്വസിക്കുന്നത് എന്ത് സംഭവിച്ചാലും അത് നല്ലതിന് ആണ് എന്ത് കരുതുന്നതാണ്. ഈശ്വരൻ അല്ലെങ്കിൽ പ്രകൃതി ശക്തിയെ വിശ്വസിക്കുന്ന ഒരാളാണ്. ഒരു ശക്തിയുണ്ട്, നമുക്കെല്ലാവർക്കും അധീനമായിട്ട് ഒരു ശക്തിയുണ്ട്. ആ ശക്തിയെ നമുക്കൊരിക്കലും നിയന്ത്രിക്കാൻ പറ്റില്ല. അത് നമ്മളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതും അങ്ങനെ തന്നെയാണ്. പക്ഷേ ഒരു വിഭാഗം ആളുകളുടെ ജീവനും ജീവവായുവും ഒക്കെയാണ് വിശ്വാസങ്ങളെന്ന് പറയുന്നത്. ആ വിശ്വാസങ്ങളെ ഒരുമാതിരി നമ്മളെന്താ ചവിട്ടി തേക്കുന്ന രീതിയിൽ, ഒരു വിലയും കൽപ്പിക്കാത്ത രീതിയിൽ ഇത്തരത്തിൽ കാണിക്കുന്ന അത് ആരായാലും ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. കാരണം എനിക്ക് അപ്പോൾ തൊട്ട് എനിക്ക് ഭയങ്കരമായിട്ടൊരു ബുദ്ധിമുട്ടായിപ്പോയി. കാരണം അങ്ങനെയാണ് ഈ അമ്പലത്തിലെ ആൾക്കാരെ അവർ കാണുന്നത്. അപ്പോൾ അവിടെ കയറി മണ്ണിലും അല്ല, ഭഗവാന്റെ തൊട്ട് അടുത്ത് ആ അമ്പലത്തിനോട് ചേർന്ന് കയറി നിൽക്കുകയാണ് ചെരുപ്പ് ഇട്ടുകൊണ്ട്. എന്തുകൊണ്ടാണ് ചെരുപ്പ് ഉപയോഗിക്കരുതെന്ന് പറയുന്നത്? അമ്പലത്തിൽ ചെരുപ്പ് ഉപയോഗിക്കരുതെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ ഈ ചെരുപ്പ് ഇട്ടുകൊണ്ട് പോകാത്ത സ്ഥലങ്ങളൊന്നുമില്ല. എന്തിനാണ് ചെരുപ്പ് ഉപയോഗിക്കുന്നത്? നമ്മൾ പുറത്തിറങ്ങുമ്പോൾ പുറത്തുള്ള അഴുക്കും മറ്റ് വൃത്തികേടുകളൊന്നും നമ്മുടെ കാലിൽ പറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലേ? കാലിൽ അഴുക്കാക്കിയിട്ട് ആ അഴുക്കുമായിട്ട് നമ്മൾ വീട്ടിൽ കയറും, വീടിനകത്ത് അഴുക്കാവും. പിന്നെ കൊച്ചു കുട്ടികളുണ്ടെങ്കിൽ അതിലൊക്കെ പിടിച്ച് ഇല്ലാത്ത അസുഖങ്ങളൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്, അല്ലേ? നമ്മുടെ കാലിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒന്നാണ് ചെരുപ്പ്, ഈ അഴുക്കുകളിൽ മറ്റുമല്ല. അമ്പലം എന്താണ്? നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിക്കാനുള്ള ഒരു സ്ഥലം കൂടിയാണ്, അല്ലേ? നമ്മൾ എന്തുകൊണ്ടാണ് ആ സ്ഥലം പവിത്രമായി കാണുന്നത്? അവിടെ ചെല്ലുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ഫീലിംഗ് എന്താണ്? നമ്മുടെ എത്ര വിഷമോ സങ്കടമോ എല്ലാം ഉണ്ട്, പക്ഷേ ഒരു അമ്പലത്തിലോട്ടോ ഒരു പള്ളിയിലോട്ടോ ചെന്നേ നമ്മുടെ മനസ്സ് ശുദ്ധമാവുകയാണ് അവിടെ, ഇല്ലേ? എല്ലാ അമ്പലങ്ങളിലും പള്ളികളിലും ചെരുപ്പിട്ടുകൊണ്ട് എല്ലാവരും കയറുന്നുണ്ടോ? കല്യാണത്തിന് ഞാൻ കണ്ടത്, കല്യാണപ്പെണ്ണും ചെറുക്കനും ഒക്കെ ഷൂ ഇട്ടിട്ടുണ്ട്, ചെരുപ്പിട്ടുകൊണ്ട് കണ്ടിട്ടുണ്ട്. അല്ലാതെ ഒന്നും ആൾക്കാരൊന്നും ചെരുപ്പിട്ടുകൊണ്ട് അങ്ങനെ എല്ലാവരും ഒന്നും കയറത്തില്ല. അമ്പലങ്ങളിൽ എന്തായാലും കയറില്ല. ബാക്കിയുള്ളത് കാര്യം എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. അപ്പോൾ ഇത് നമ്മളൊന്ന് പറഞ്ഞാൽ അതൊരു മര്യാദ കാണിക്കാനുള്ള രീതി ഇല്ലെങ്കിൽ പിന്നെ ഇങ്ങനെയുള്ള ആളുകളൊന്നും ദയവ് ചെയ്ത് അമ്പലങ്ങളിൽ വരണ്ടെന്ന് തന്നെ ഞാൻ പറയുകയാണ്. കാരണം അത് മറ്റുള്ളവരുടെ മനസ്സിനെ മുറിവേൽപ്പിക്കും. തീർച്ചയായിട്ടും ചിലരെന്ത് ചെയ്യും, ഇത് കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ അങ്ങക്കോ ആകാം അങ്ങനെ എന്നൊക്കെ തോന്നും. അപ്പോൾ അവർ ആ അമ്പലത്തിൽ ആ മണ്ണിലാണ് ചെരുപ്പിട്ടുകൊണ്ട് നിന്നിരുന്നെങ്കിൽ എനിക്ക് ഓക്കെ, അവർക്കറിയാൻ വയ്യ, അവർ മറ്റേന്തെങ്കിലും ഇതിൽ പെട്ടവരായിരിക്കും, അതുകൊണ്ടായിരിക്കും അവർ നിന്നേന്ന് വിചാരിക്കാം. പക്ഷേ മണ്ണിലെല്ലാം നിന്നത്, മണ്ണിലാദ്യം നിന്ന് കുറച്ചു നേരം കഴിഞ്ഞപ്പം വെയിലടിച്ചപ്പോഴത്തേക്കും ഈ അമ്പലത്തിൻ്റെ മുകളിൽ നിന്നുള്ള ഓടിൻ്റെ അല്ലെങ്കിൽ ആ മേൽക്കൂരയുടെ വെയിൽ അടിക്കത്തില്ലല്ലോ എന്ന് വിചാരിച്ച് കയറി നിന്നേക്കാണ്. അപ്പോൾ അത്രയ്ക്കും അറിയാത്ത കുഞ്ഞുങ്ങളൊന്നും അല്ലായിരുന്നു അവർ, അത്രയും മുതിർന്ന ആൾക്കാരാണ്. അപ്പോൾ അവർക്ക് അറിവില്ലായ്മ കൊണ്ടല്ല, എന്തോ ആകാമെന്നുള്ള അല്ലെങ്കിൽ ഞങ്ങൾക്ക് പണമുണ്ട് എന്നുള്ള ആ ഒരു ഇതിൽ നിന്നായിരിക്കും അവർക്ക് അങ്ങനെ തോന്നിയത്. അല്ലെങ്കിൽ അത് തെറ്റാണെന്ന് അവർക്കറിയാം. വേറെ ഒന്നും വേണ്ടല്ലോ. നമ്മൾ ഇപ്പം അതിൻ്റെ തൊട്ടപ്പുറത്തൊരു ഹോസ്പിറ്റലുണ്ട്. ആ ഹോസ്പിറ്റലിൽ വാതിൽക്ക് എല്ലാവരും ചെരുപ്പിട്ടുകൊണ്ടാണല്ലോ, അകത്തോട്ട് ആരും ചെരുപ്പിട്ടുകൊണ്ട് കയറത്തില്ലല്ലോ. ഹോസ്പിറ്റലായതുകൊണ്ട് അങ്ങനെയാണോ? നമ്മൾ വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്കും വീടിൻ്റെ പുറത്തല്ലേ ചെരുപ്പിടുന്നത്, അകത്തോട്ട് ആരെങ്കിലും ചെരുപ്പിട്ടുകൊണ്ട് പോവുക? വെളിയിൽ നടക്കുന്ന ചെരുപ്പിട്ടുകൊണ്ട് ആരും അകത്ത് കയറത്തില്ല. അകത്ത് ചെരുപ്പിടുന്നവരുണ്ട്. ഞാനും അകത്ത് ചെരുപ്പിടും. ആ ചെരുപ്പ് വെള്ളിയിടുന്നില്ല, അകത്തിടാൻ വേണ്ടിയിട്ട് മാത്രം. കാരണം എന്താണ്? എല്ലാവർക്കും കുഴപ്പമില്ല, എനിക്ക് ടൈലിൻ്റെ തണുപ്പ് ഭയങ്കര ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് ഞാൻ അകത്ത് ചെരുപ്പിടും. ആ ചെരുപ്പ് നമ്മൾ വെളിയിലങ്ങ് കൊണ്ടുപോകത്തുമില്ല. വെള്ളിയിടുന്ന ചെരുപ്പ് അകത്ത്, ഇപ്പം എൻ്റെ കുഞ്ഞ് തന്നെയാണെങ്കിൽ വെള്ളിയിടുന്ന ചെരുപ്പ് അകത്തോട്ട് കയറുന്നു എന്ന് കണ്ടാൽ ഞാൻ വഴക്ക് പറയും, കൊണ്ട് വെളിയിലിടാൻ പറയും. അവളതെപ്പോഴേ കൊണ്ടിടും. അപ്പം നമ്മളെല്ലാവരും ഒരു മര്യാദ പാലിക്കണം. ഇതൊക്കെ നല്ലതിന് വേണ്ടിയിട്ടാണ്, മോശം കാര്യത്തിനല്ല.
അത് നമ്മളെപ്പോഴും ശ്രദ്ധിക്കുക. ആരുടെയും വിശ്വാസത്തെ മങ്ങലേൽപ്പിക്കുന്ന അല്ലെങ്കിൽ മുറിവേൽപ്പിക്കുന്ന രീതിയിൽ ആർക്കും പെരുമാറാൻ തോന്നാതിരിക്കട്ടെ. എപ്പോഴെങ്കിലുമൊക്കെ അങ്ങനെ ഒരു ഇതിൽ വന്നു കഴിഞ്ഞാൽ നമ്മളത് ശ്രദ്ധിക്കുക. കാരണം നമുക്ക് വിശ്വാസമില്ലായിരിക്കാം, പക്ഷേ വിശ്വസിക്കുന്ന, ആരാധിക്കുന്ന, ജീവൻ്റെ ഭാഗമായി കാണുന്ന അല്ലെങ്കിൽ തൻ്റെ ജോലിയിൽ അമിതമായി ശ്രദ്ധ കൊടുക്കുന്ന ഒരുപാട് വ്യക്തികളുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ മനസ്സിന് മുറിവേൽപ്പിക്കാൻ നമ്മളായിട്ട് കാരണമാവരുത്. അതാണ് എനിക്ക് ഇന്നത്തെ കാര്യത്തിൽ വലിയ ഇതായിട്ട് പറയാനുള്ളത്. വിശ്വാസം എല്ലാവർക്കും നല്ലതാണ്, ഒരിക്കലും മോശമാണെന്ന് പറയുന്നില്ല. വിശ്വാസം രക്ഷിക്കും എന്നുള്ളതാണ്. അപ്പോൾ ആ വിശ്വാസത്തെ ഒരിക്കലും മറ്റുള്ളവരുടെ മുന്നിൽ ചോദ്യം ചെയ്യപ്പെടാൻ പാടില്ല. അത് എനിക്ക് ഭയങ്കരമായിട്ട് ഇപ്പോഴും അതെന്തോ എൻ്റെ മനസ്സിൽ സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ട് നല്ലപോലെ. കാരണം അവർ അത്രയും മുതിർന്നവരായതുകൊണ്ടാണ്. കൊച്ചു കുട്ടികളാണെങ്കിൽ പോലും ചില പിള്ളേരൊക്കെ ഷൂ ഒക്കെ ഇട്ടുണ്ടാണ്, കൊച്ചു പിള്ളേരൊക്കെ, അവർക്കൊക്കെ അറിയില്ല. പിന്നെ ഒരു സ്ത്രീ നോക്കിയപ്പോഴത്തേക്ക് അവിടെ നിന്നിട്ട് കൊച്ചിന് ഷൂ ഉണ്ട്, അത് പിന്നെ കൊച്ചു കൊച്ചാണ്, ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. അപ്പോഴും ഞാൻ ഓർത്ത് ഈ സ്ത്രീക്കറിയാം അവർ ഹിന്ദു തന്നെയാണ്, ആ സ്ത്രീക്കറിയാം ആ ഒരു ഷൂ ഇട്ടുകൊണ്ട് അവിടെ നിൽക്കാൻ പാടില്ല എന്നുള്ളത്. എന്നിട്ട് കൊച്ചൻ്റെ ഫോട്ടോയൊക്കെ എടുത്ത് നിൽക്കുകയാണ്. പക്ഷേ അവർക്കറിയാവുന്ന കാര്യമാണ് അവർ ചെയ്തത് തെറ്റാണ്. നമ്മളെന്താണ് പറയേണ്ടത്? അപ്പം എങ്ങനെയൊക്കെ എന്തും ആകാം, അവരവരുടെ ഇഷ്ടപ്രകാരം എന്തും തിരിച്ചും മറിച്ചും ആകാം എന്നൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ് എല്ലാവർക്കും ഒരേപോലെ അങ്ങ് ചെരുപ്പിട്ടുകൊണ്ട് നടന്നാൽ പോരെ? അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുകയെന്നറിയാം. ആ ഒരു ദൈവികമായ ഒരു സ്ഥലത്തിൻ്റെ ആ പവിത്രത നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നഷ്ടപ്പെട്ടിട്ട് നമ്മളെന്ത് ചെയ്തിട്ട് എന്താണ് കാര്യം? പിന്നെ തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ എവിടുന്നെങ്കിലുമൊക്കെ ഉള്ള അനുഭവങ്ങൾ തീർച്ചയായിട്ടും വരും. കർമ്മം, ലോസ് ഓഫ് കർമ്മ. അങ്ങനെ പോട്ടെ. അങ്ങനെ കല്യാണമൊക്കെ കഴിഞ്ഞു, സദ്യയൊക്കെ കഴിച്ചു. 2 ടൈപ്പ് പായസം ഉണ്ടായിരുന്നു. ഒന്ന് പാൽപ്പായസം, ഒന്ന് ഈ ഗോതമ്പിൻ്റെ പായസമായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അടപ്രഥമൻ ഇഷ്ടമാണ്. പാൽപ്പായസം ഇഷ്ടമാണ്, പക്ഷെ മധുരം ഭയങ്കരമാണ്. അതൊരിക്കലും അറിയാം. കുറച്ച് ഞാൻ കഴിച്ചു. അപ്പോൾ ഈ കളർ കണ്ടിട്ട് ഞാൻ ഓർത്ത അടയാളം ചെയ്ത് വാങ്ങിച്ചു. പക്ഷേ ഈ ആ ഗോതമ്പിൻ്റെതായിട്ടുള്ള ടേസ്റ്റ് വന്നിട്ട് ഒരുമാതിരി അത് ഞാൻ കഴിച്ചില്ല. സദ്യ കഴിക്കുമ്പോൾ ഞാൻ എല്ലാം കൂട്ടിയേ കഴിക്കും. അപ്പം ഞാനിന്ന് എൻ്റെ അടുത്തിരുന്ന് നമ്മുടെ ഒരു ബന്ധുവാണ്. അപ്പം നമ്മൾ എത്ര കൂട്ടം കറി കഴിച്ചിട്ടാണ് ഈ സദ്യയിലൊക്കെ ഒപ്പം ഇത്രയധികം കോമ്പിനേഷൻസിലൂടെ കഴിക്കാൻ പറ്റുന്ന വേറെ ഏതെങ്കിലും വിഭവം ഉണ്ടോ? ഈ സദ്യക്ക് മാത്രമാണ് ഇത്രയധികം കറികൾ. ഇപ്പം നമ്മൾ പറയുകയാണെങ്കിൽ ആറന്മുള സദ്യ ഒന്ന് ആലോചിച്ച് നോക്കി. ആറന്മുള സദ്യയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണ്? എത്ര കൂട്ടം കറികളാണെന്നറിയാമോ? ഒരിക്കലും ഞാനും ഹസ്ബൻഡും കൂടി ഇങ്ങനെ അവിടെ പോയി, ആറന്മുള പോയ സമയത്ത് വള്ളസദ്യയല്ല, അല്ലാതെ സദ്യ നടത്തും. അപ്പം അവിടെ ഊട്ടുപുരനെ വിളിക്കുന്നുണ്ട്. അപ്പം ഞാനോടത്ത് പൈസ കൊടുക്കണമായിരിക്കും. അപ്പോൾ അവിടെ തിരക്കിയപ്പോഴത്തേക്കും കൊടുക്കണ്ട, ഫ്രീ ആണെന്ന് പറഞ്ഞു. ഓരോരുത്തരുടെ നേർച്ചയാണ്. അപ്പം ഞങ്ങൾ കയറിയിരുന്നു. എന്നുവെച്ചാൽ ആ ഇല നിറയെ വിഭവങ്ങളാണ്, ഇഷ്ടം പോലെ. നമുക്കറിയത്ത പോലും എൻ്റെ പേരൊന്നും എനിക്കറിയില്ല, ഇഷ്ടം പോലെ. അന്ന് എന്തോ ഒരു ഭാഗ്യം, അത് കഴിക്കാൻ പറ്റി, സന്തോഷം. പിന്നെ ഞാൻ ചിന്തിക്കാം, എത്ര അതിൽ പുളിയുള്ളതുണ്ട്, മധുരമുള്ളതുണ്ട്, എരിവുള്ളതുണ്ട്, കയ്പുള്ളതുണ്ട്, എല്ലാം അതിലും ഉണ്ട്. പിന്നെ പുളിശ്ശേരിയുടെ കാര്യം പറഞ്ഞല്ലോ ഞാൻ. പക്ഷേ ഇന്ന് ഞാൻ കഴിച്ചപ്പോഴത്തേക്ക് ഈ നാട്ടിൽ തൊടുകറിയും ചിപ്സും ഒക്കെ എടുത്തതിന് ശേഷം ആദ്യം ഒരു വിളമ്പുന്നതെന്ന് വെച്ചാൽ പരിപ്പ് ഒഴിക്കും. ഇലയിൽ പരിപ്പാണ് ആദ്യം ഒഴിക്കുക. ഒഴിച്ചിട്ട് അതിൻ്റെ മുകളിലാണ് ചോറിടുന്നത്. പക്ഷെ എൻ്റെ നാട്ടിലൊക്കെ ആദ്യം ചോറിടും. കറിയൊക്കെ വിളമ്പി എല്ലാം കഴിഞ്ഞിട്ട് ആണ് ആളുകളെ കയറ്റി ഇരുത്താറ്. എന്നിട്ട് ചോറിട്ടതിന് ശേഷം ചോറിൻ്റെ മുകളിലാണ് പരിപ്പ് ഒഴിക്കുക. എന്നിട്ട് നെയ്യ് ഇടും. പക്ഷെ ഇലയിൽ ഉപ്പും കാണും കേട്ടോ. അങ്ങനെയാണ് അവിടുത്തത്. പിന്നെ അത് പരിപ്പ് കഴിക്കാത്തവരുണ്ട്, അപ്പോൾ അതിൻ്റെ പുറകെ സാമ്പാർ വരും. ചിലർ ഈ സാമ്പാറും പരിപ്പും കൂടെ ചേർത്ത് കഴിക്കും. പിന്നെ അത് കഴിയുമ്പോഴത്തേക്ക് പിന്നെ പുളിശ്ശേരി വരും. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ചിലപ്പം പായസം വരും. അങ്ങനെ ഇടകലർന്ന് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. പക്ഷെ ചിലയിടത്തൊക്കെ ഉണ്ട്. എൻ്റെ അച്ഛനെ ഒക്കെ ഉള്ള സമയത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഒരു രീതിയുണ്ട്. ഈ സദ്യ വിളമ്പുന്നതിനൊരു രീതിയുണ്ട്. ഒന്നിനു പുറകെ ഒന്ന് എന്നുള്ളത്, ഇന്ന സമയത്ത് ഇന്നത് എന്ന് വിളമ്പി പോകണമെന്നാണ്. അതൊക്കെ കറക്റ്റായിട്ട് ഇങ്ങനെ പറഞ്ഞ് ചെയ്യിപ്പിക്കുന്ന ഒരു വ്യക്തിയാണ് എൻ്റെ അച്ഛൻ. പാൽപ്പായസത്തിനൊപ്പം എന്താണ് ബോളി എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അതായത് മഞ്ഞ കളറിലെ ഒരു ചപ്പാത്തി പോലെ ഇരിക്കുന്ന സംഭവം. അതായത് എൻ്റെ അച്ഛൻ്റെ ചേട്ടൻ്റെ മോളുടെ കല്യാണത്തിനൊക്കെ അതുണ്ടായിരുന്നു. അന്നൊക്കെ അച്ഛനുള്ള സമയമാണ്. അപ്പം ഒന്ന് ആലോചിക്കും, ഭയങ്കര ഗ്രാൻഡായിട്ട് നടത്തിയ ഒരു ആ സദ്യക്കൊക്കെ പ്രാധാന്യം. അത് എന്താണ് പാചകക്കാരെ വിളിക്കുന്നു, ഇന്നത് വേണം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സ്ട്രിക്റ്റായിട്ടൊക്കെ ആണ് ആ കല്യാണത്തിൻ്റെ. പക്ഷേ എൻ്റെ ഇപ്പോഴെന്തൊക്കെ അദ്ദേഹം നേരത്തെ അങ്ങ് പോയതുകൊണ്ടൊന്നും നടന്നില്ല. പറഞ്ഞിട്ട് കാര്യമില്ല, അത്ര ഭാഗ്യം എനിക്ക് പോരായിരുന്നു. അപ്പം ഇന്നിങ്ങനെ ഞാൻ കറക്റ്റായിട്ട് ആ പപ്പടവും പരിപ്പൊക്കെ കൂട്ടി കഴിച്ചു. അത് കഴിഞ്ഞപ്പോൾ സാമ്പാർ വന്നു. ഒത്തിരി കാരണം ഈ സദ്യയുടെ ഒരു സ്മെല്ലും നമ്മൾ അങ്ങനെ പോയി സദ്യ കഴിക്കുമ്പോഴൊക്കെ ഒരു പ്രത്യേകതയാണല്ലോ. പിന്നെ സാമ്പാറും കൂട്ടി കഴിച്ചു. അത് കഴിഞ്ഞപ്പോൾ പുളിശ്ശേരി വന്നു. അപ്പോൾ ഇവിടെ മോരു എന്നാണ് പറയുന്നത്. ഞങ്ങളുടെ നാട്ടിൽ പുളിശ്ശേരി എന്നാണ് പറയുക. കടച്ചക്ക ഇട്ടതായിരുന്നു, നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അത് കഴിച്ചു. പിന്നെ ഈ മോരും, ഈ വെള്ള മോരും രസമുണ്ട്. അത് ഞാൻ വാങ്ങിയില്ല, കാരണം അത് വാങ്ങാനുള്ള സാഹചര്യം ഒപ്പം ഇല്ലായിരുന്നു. ഈ കുറച്ച് ചോറിനകത്ത് ഈ എന്താ പറയുക, പുളിശ്ശേരി ഒഴിച്ച് അതിനെ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം പിന്നെ അതിൻ്റെ കൂടി ഈ സാധനം കൂടി ഒഴിക്കാൻ എൻ്റെ മനസ്സനുവദിച്ചില്ല. അതെന്ന് വെച്ചാൽ എല്ലാവരും ഈ കയ്യിലാണ് വാങ്ങി കുടിക്കുകയാണ്. എനിക്കത്ര പരിചയമില്ലാത്തതുകൊണ്ടും ഞാനത് അങ്ങനെ വാങ്ങിച്ചില്ല. അല്ലെങ്കിൽ അതേ ബാക്കിയെല്ലാം ഞാനിങ്ങനെ ടച്ച് ചെയ്ത് കഴിച്ചു. കുറച്ചൊക്കെ ഉള്ളത്, കാരണം ഒരു 4-5 പന്തി ആളുകൾ കഴിഞ്ഞിട്ടാണ് ഞങ്ങളിരുന്നത്. അപ്പോൾ എല്ലാ സാധനങ്ങളും കുറവ് വരുമല്ലോ. പഴം ഞങ്ങൾക്ക് കിട്ടിയില്ല കേട്ടോ. പായസം എന്തായാലും കുറച്ച് കിട്ടി, അത് കഴിച്ചു. ഇച്ചിരി ചോറ്, രണ്ടാമത് ഇച്ചിരി ചോറൂടൊക്കെ കഴിച്ചു. കാരണം നല്ല വിശപ്പുണ്ടായിരുന്നു. 2 മണി കഴിഞ്ഞിട്ടുള്ള സമയം കണ്ട 2 മണി കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അതെല്ലാം കഴിച്ചപ്പം കുഞ്ഞിനെ അവിടുത്തെ അമ്മ കൊണ്ടുപോയി, അപ്പുറത്തെ ഒരു വീടുണ്ട് തൊട്ടടുത്ത്, അവിടെ കൊണ്ടുവച്ച് പാത്രമൊക്കെ വാങ്ങിച്ച് വെച്ച് അവളും കുറച്ച് കഴിച്ചപ്പോൾ അവൾക്ക് പായസം ഇല്ലായിരുന്നു. അപ്പം ഞാൻ ഇവിടെ നിന്ന് ടിന്നിൽ ബിസ്ക്കറ്റൊക്കെ ആയിട്ട്, അപ്പം ബിസ്ക്കറ്റ് മാറ്റിയിട്ട് ഞാൻ ആ ടിന്നിൽ കുറച്ച് പായസം വാങ്ങിച്ച് ഇവിടെ കൊണ്ടുവന്നിട്ടാണ് പിന്നെ അവൾക്ക് പായസം കൊടുത്തത്. ഞാൻ സദ്യയൊക്കെ കൊണ്ട് മാനസ സുഖമായിട്ട് ഉറങ്ങുകയാണ്. അത് കഴിഞ്ഞിട്ട് സദ്യയൊക്കെ കഴിച്ച് അവളുമായിട്ട് ഇവിടെ വന്നു. അപ്പോൾ ഉടുപ്പ് മൊത്തം ഇങ്ങനെ അഴുക്കാക്കി എല്ലാം തുടച്ച് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ അടുത്ത് എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, അവളുടെ ടീച്ചറാണ്. അപ്പോൾ അവളുടെ ചേച്ചിയുടെ മോള് അവിടെ നിന്ന് പഠിക്കുന്നുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ടെക്സ്റ്റ് 10ലേക്കാണ്. അപ്പം ഞാനെടുക്കുന്നത് ഇവിടെ ഹിസ്റ്ററിയും ജോഗ്രഫിയും മലയാളമാണ് എടുക്കുന്നത്. അപ്പം അതിൻ്റെ ടെക്സ്റ്റ് ബാക്കിയൊക്കെ അവിടെ ഉണ്ട്. അപ്പം അതിൻ്റെ ടെക്സ്റ്റ് ഞാൻ ചോദിച്ചിട്ടുണ്ട്, അപ്പോൾ എടുത്ത് വെച്ചായിരുന്നു. അപ്പോൾ ഇവളുമായിട്ട് വന്നു കഴിഞ്ഞാൽ ആ സമയത്ത് അവൾ ഉറങ്ങുന്ന സമയമാണ്. പിന്നെ ഉറക്കം എണ്ണിക്കുക എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഒരുപാട് താമസിക്കും. സന്ധ്യയൊക്കെ ആയിക്കഴിഞ്ഞാൽ എനിക്ക് പോയി ടെക്സ്റ്റ് വാങ്ങിക്കാൻ പറ്റത്തില്ല അവളുമായിട്ട്. അതുകൊണ്ട് ഞങ്ങൾ വന്ന് ഇവിടെ ഇട്ട് ബാഗൊക്കെ വെച്ച് അവൾക്ക് പായസം വന്നുണ്ടെങ്കിൽ അവൾക്ക് പായസം കൊടുത്തു. കാരണം അവൾക്ക് മനസ്സിലായി ടിന്ന് അവിടെ വെച്ചാൽ ഇങ്ങനെ പിടിച്ചമ്മേ പായസം. ഞാൻ പറഞ്ഞു മോങ്കുട്ട വീട്ടിൽ ചെന്നിട്ട് കഴിക്കാം എന്ന് പറഞ്ഞ് അനുനയിപ്പിച്ച് കൊണ്ടുവന്നതാണ്. ഷൂ ഒക്കെ ഇട്ടുകൊണ്ട് പോയിട്ട് കുറച്ച് ദൂരമൊക്കെ നടന്നു. ഈ വെള്ളം ചെള്ളേക്കുള്ള സ്ഥലമാകുമ്പോൾ ഭയങ്കര ആഗ്രഹമാണ് കുഞ്ഞിനങ്ങ് നടക്കാൻ. ഞാൻ പറഞ്ഞു മോങ്കുട്ട പറ്റത്തില്ല, അഴുക്ക് പറ്റുമെന്നൊക്കെ പറഞ്ഞ് ഏതായാലും ഇവിടെ കൊണ്ടുവന്ന് ഏതായാലും പായസമൊക്കെ കൊടുത്ത് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കൂട്ടുകാരുടെ വീട്ടിൽ പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ അവിടുന്ന് ബിസ്ക്കറ്റ് പിന്നെ ചായ കൊടുത്തു, അതും കഴിച്ച് അങ്ങനെ കണ്ട കടച്ചാണി എല്ലാം ഇന്ന് കഴിച്ചിട്ടാണ് മാനസ കാര്യമായിട്ട് ഇപ്പോൾ ഉറങ്ങിയത്. നല്ല ക്ഷീണം കാണുമെന്ന് ഇപ്പം താമസിക്കുക, സന്ധ്യയാവും മിക്കവാറും എണീക്കാൻ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ രാത്രിയിൽ ഒരുപാട് താമസിക്കും. എനിക്ക് നാളെ രാവിലെ ക്ലാസ്സും ഉള്ളതാണ്. ഇന്ന് വൈകിട്ട് കറങ്ങാൻ പോകണമെന്നൊക്കെ വിചാരിച്ചാണ് വെളിയിൽ. ഈ ഉറക്കം ആയതുകൊണ്ട് ഇനി എന്താകുമോ എന്തോ. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നുപോയി. ഇന്നലെ വൈകുന്നേരം ഞാൻ പിന്നെ ലൈവിൽ വന്നിട്ട് ഞാൻ കുറച്ച് നേരം സംസാരിച്ച് ആരൊക്കെയോ വന്ന് എത്തി നോക്കിയിട്ട് പോകുന്നുണ്ടായിരുന്നു. എനിക്ക് മെസ്സേജുകളൊന്നും അയച്ചില്ല, അതൊന്നും എനിക്കറിയില്ല. അപ്പോൾ ഇന്നലെ ഞാൻ എഴുതിയൊരു കവിത ഞാനിങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്നെനിക്കറിയില്ല. അപ്പോൾ അത് ഞാൻ ചോദിച്ചിട്ടൊന്നും ആരും ഒന്നും പറഞ്ഞില്ല. പിന്നെ ഇന്നലെ ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ പത്രം എടുക്കാൻ പോകുന്ന വീട്ടിലെ ചേച്ചിയുണ്ട്. ആ ചേച്ചി എന്നെ വിളിച്ച്, ഞാൻ ഇതുവഴി ഇപ്പം പാസ് ചെയ്യും, കുഞ്ഞിന് ഇച്ചിരി ചക്ക എടുത്തിട്ടുണ്ട്, താഴെ വന്നു കഴിഞ്ഞ് തരാമെന്ന് പറഞ്ഞു.
പിന്നെ അപ്പോൾ അവൾ ഉറങ്ങുന്ന സമയം താഴെ ചെന്ന് ചക്കയൊക്കെ വാങ്ങിച്ച് ഹാപ്പി. അത് ഞാനിവിടെ കൊണ്ടുവന്ന് കുക്കറിൽ വെച്ച് അടച്ച് വെച്ചിരുന്നു, അതാകുമ്പോൾ സേഫാണല്ലോ. എന്നിട്ട് രാത്രിയിൽ വന്നിട്ട് പിന്നെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാനത് എല്ലാം വൃത്തിയാക്കി മിക്സിയിലൊക്കെ അടിച്ച് നല്ല പരുവത്തിലാക്കി. അപ്പോൾ ഇവിടെ അരിപ്പൊടി ഇരിപ്പുണ്ടായിരുന്നു, അതും ചേർത്തെല്ലാം കുഴച്ച് ചക്കയപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ എല്ലാം ചേർത്ത് ഞാൻ വേറെ ഒന്നും ചേർക്കത്തില്ല, ഇച്ചിരി ഏലക്ക കീറിയിട്ട് അതിനകത്തിൽ കുരു ഉണ്ടല്ലോ അതൊന്ന് ചതച്ചിട്ട് പിന്നെ ഇച്ചിരി ജീരകം ഇട്ട് കുഴച്ചെടുക്കുമായിരുന്നു. പഞ്ചസാരയൊന്നും ചേർക്കത്തില്ല, വേറെ വെള്ളവും ചേർക്കത്തില്ല. അതായത് ആ ചക്ക എത്ര ഉണ്ടോ അതിനനുസരിച്ചുള്ള പൊടിയെ ചേർക്കത്തുള്ളൂ. അതിൽ നിന്നുള്ള മയത്തിൽ ഇങ്ങനെ വെള്ളം ചേർത്ത്, അതിൻ്റെ ഒരു വെള്ളം ഉണ്ടല്ലോ ചക്കയുടെ വെള്ളം തന്നെ, അടിച്ച് വരുമ്പോഴത്തേക്ക് നന്നായിട്ടൊന്ന് സ്മൂത്താകുമല്ലോ. ആ ചക്ക ചേർത്ത് തന്നെ കുഴച്ചെടുത്ത് എന്നിട്ട് ഞാൻ വെളിയിലിറങ്ങിയ വാതിക്കൊരു നിപ്പുണ്ട്, വാഴ നിപ്പുണ്ട്. അപ്പുറത്തെ വീട്ടിലെ ഡോക്ടറിൻ്റെയൊക്കെയാണ്. അപ്പോൾ റോഡ് സൈഡിൽ തന്നെ നമുക്ക് പെട്ടെന്ന് എടുക്കാം. ഇവിടുത്തെയൊക്കെ മുകളിലാണ്, എടുക്കാൻ പാടാ രാത്രിയിൽ. അപ്പോൾ ഞാൻ വെളിയിൽ പോയി ചക്കയുടെ വേസ്റ്റും കളഞ്ഞ് അവിടെ നിന്ന് ഒരു വാഴയിലേക്ക് കിടക്കും. അപ്പോൾ നോക്കിയപ്പോൾ ഒരാളകത്തുനിന്ന് സിറ്റ് ഔട്ടിൽ വന്നിരുന്നൊരു കരച്ചില്ല. ഞാൻ എവിടെയോ പോയെന്നായിരുന്നു അവളുടെ വിചാരം. പിന്നെ എൻ്റെ പുറകെ നടക്കുക. ഞാൻ പറഞ്ഞു മോകുട്ട ഇതായിരുന്നു. അപ്പോൾ ഇല കീറിയപ്പോൾ അത് വേണം, പിന്നെ ഒരു ഇല കഷ്ണം കൊണ്ട് നടക്കുമായിരുന്നു. അങ്ങനെ അതെല്ലാം ഇന്നലെ രാത്രി തന്നെ ഞാൻ പുഴുങ്ങിയെല്ലാം വെച്ചു. ചക്കയപ്പം ഉണ്ടാക്കി. അത് വാഴയിലാണ്, ചെറിയതായിട്ട് വാഴയില ഇങ്ങനെ മുറിച്ചിട്ട് കുറച്ചേ വയ്ക്കത്തുള്ളൂ. ഒരുപാടായിക്കഴിഞ്ഞാൽ ഒരു രസമില്ല. വലുതല്ല, ചെറിയ ചെറിയ ചക്കയപ്പം ഇങ്ങനെ ഇലക്കകത്ത് ഇങ്ങനെ പൊതിഞ്ഞ് അതിനകത്ത് വയ്ക്കും. പക്ഷേ ഈ ചക്കയപ്പം ഇലക്കകത്തിലല്ലാതെ കറക്റ്റായിട്ട് ചെയ്യുന്ന ഭക്ഷണയിലയാണ്. വേറെ എവിടെയൊക്കെ എന്താ പറയുന്നത് എനിക്കറിയത്തില്ല. അതായത് ഈ കറുകപ്പട്ടയുടെ ഇലയുണ്ടല്ലോ അതിനെക്കാട്ടിലും വലിയ ഇലയാണ് ഈ ഭക്ഷണ ഇലയ്ക്ക്, വലിയ ഇല കിട്ടും. അപ്പം അതിങ്ങനെ നമ്മൾ കുമ്പിൾ കുത്തിയിട്ട് അതിനകത്ത് നിറച്ച് വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റുമാണ്, നല്ല മണവുമാണ്. കാരണം ഈ ഇലയ്ക്ക് ഭയങ്കര മണവും ടേസ്റ്റുമാണ്. ചെറിയൊരു മധുരവും ചെറിയൊരു എരിവും ഒക്കെ ഉണ്ട് ഈ ഇലയ്ക്ക്. ഇവിടെ ഞാൻ നോക്കിയിട്ട് ഞങ്ങൾ ഈ വെക്കേഷൻ സമയത്ത് കുട്ടികളുമായിട്ടിരുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെയൊക്കെ ഇപ്പോൾ ഭയങ്കര വെള്ളമാണ്. അതിൻ്റെ അപ്പുറത്ത് വലിയൊരു മരം നിൽപ്പുണ്ട് ഈ ഭക്ഷണയുടെ. പക്ഷേ അവിടോട്ട് പോകാനൊരു മാർഗ്ഗവുമില്ല, മൊത്തം വെള്ളം ചെള്ളയാണ്. പിന്നെ ഇപ്പുറത്തൊരു വീടുണ്ട്, അവിടെ ഇതുപോലെ അങ്ങോട്ട് മാറി അവിടെയൊക്കെ വെള്ളം കാണും. പക്ഷേ രാത്രി നമുക്ക് അവിടോട്ടൊന്നും പോകാൻ പറ്റത്തില്ല, അതുകൊണ്ട് അങ്ങോട്ട് പോയില്ല. അപ്പം അല്ലാതെ അതുകൊണ്ട് തന്നെ വാഴയിലക്കകത്തിലെല്ലാം വെച്ചു. രാത്രി തന്നെ ഒരു 9:30 കഴിഞ്ഞ ആ സമയത്തെല്ലാം വേവിച്ച് വെച്ചു. അപ്പോൾ ആ ഒരു ചൂടും ആ ഒരു ഫ്രഷ്നെസ്സും രാവിലെ വരെ നിൽക്കും, ചീത്തയാവത്തില്ല. കാരണം ഇതിന് മുമ്പ് ഞാനങ്ങനെ ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ രാവിലെ എണ്ണിച്ച് ഇതെല്ലാം ചെയ്ത് വരുമ്പം താമസിക്കും, കുഞ്ഞിന് വിശക്കും. അതുകൊണ്ട് ഇന്ന് ഞായറാഴ്ചയല്ലേ, അപ്പം ഞാൻ താമസിച്ച് എഴുന്നേൽക്കത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ രാത്രി തന്നെ വെച്ച്. പിന്നൊരു കാര്യമുണ്ട്, മുറിച്ച ചക്കയാണ്. അത് പിറ്റേ ദിവസത്തേക്ക് ഇരുന്ന് കഴിഞ്ഞാൽ അത് മൊത്തം ചിലപ്പോൾ പുളിച്ചു പോവും, പുളിയുണ്ടാവും, ചീത്തയാവും. അതുകൊണ്ട് രാത്രി തന്നെ ഉണ്ടാക്കുന്നതാണ് നല്ലതെന്ന് തോന്നുന്നു. ഞാൻ രാത്രി തന്നെ എല്ലാം റെഡിയാക്കി വെച്ചു. പിന്നെ രാവിലെ എണ്ണീച്ച് കഴിഞ്ഞിട്ട് ഒന്നുകൂടെ ഒന്ന് ആവിയിൽ വേവിച്ചു. അപ്പം നല്ല പോലെ ഇരിക്കും. അങ്ങനെ രാവിലെ വന്നിട്ട് ഞങ്ങൾക്കതായിരുന്നു. അപ്പം പഞ്ചസാരയോ മറ്റൊരു സാധനം ചേർത്തിട്ടില്ല. ഈ ചക്ക നന്നായിട്ട് മിക്സിയിലിട്ട് അടിച്ചു. അപ്പോൾ അത് നല്ലൊരു വെള്ളം പോലെ ആകുമല്ലോ. അതിൻ്റെ അനുസരിച്ചുള്ള പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് കുഴച്ച് ഇത്തിരി ഉപ്പിട്ട് ഇച്ചിരി കുറച്ച് ജീരകം ഇട്ടു. പിന്നെ ഈ സാധനത്തിൻ്റെ പേര് ഏലക്ക, തൊലി ഇടത്തില്ല, അതൊന്ന് ചതച്ചിട്ട് തൊലി കളഞ്ഞിട്ട് ആ കുരു മാത്രം ഇടും, ഏലക്കയുടെ തോടിടത്തില്ല. അപ്പം അതിട്ട് അങ്ങനെയാണ് ഞാൻ ചെയ്തത്. പക്ഷേ രാവിലെ കഴിച്ചിട്ട് ഞാനടുത്ത് ഇവൾക്ക് ഈ മധുരം ഞാൻ കഴിച്ചു നോക്കിയിട്ട്, ഞാൻ എന്ത് സാധനം കൊടുക്കുന്നതിന് മുമ്പ് ഞാനൊന്ന് കഴിച്ചു നോക്കും. കാരണം എന്തോ ഉണ്ടെങ്കിലും ആദ്യം എനിക്ക് സംഭവിക്കണം എന്നുള്ള രീതിയിലാണ്. അപ്പോൾ കഴിച്ച് നോക്കിയിട്ട് കുഴപ്പമില്ല. പക്ഷേ മോങ്കുട്ടനും ഹാപ്പി ആയിരുന്നു, അവൾക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ ചോദിച്ചു മോങ്കുട്ട ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടമ്മ ഇഷ്ടപ്പെട്ടു. എന്നപ്പോൾ എന്നോട് ചോദിക്കും അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടോ? ഞാൻ പറഞ്ഞാൽ ഇഷ്ടപ്പെട്ടു. കൊള്ളാമോ? എന്നോട് ചോദിക്കും കൊള്ളാമോ? ഞാൻ പറഞ്ഞാൽ കൊള്ളാം. എനിക്ക് ഞാൻ ഉണ്ടാക്കിയ സാധനം കൊള്ളത്തില്ല. ഞാൻ പറഞ്ഞു കൊള്ളാം. കുഞ്ഞിന് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടമ്മേ, കൊള്ളാം എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് ഞാൻ പറഞ്ഞു ഇതെന്താ ചക്കയപ്പം എന്നൊക്കെ പറഞ്ഞ് എല്ലാം കൊടുത്ത് അവൾ 1-2 കഴിച്ചു. ചെറുതല്ലേ, 2 കഴിച്ചു. ഇനി 3-4 ഇരിപ്പുണ്ട്. വൈകുന്നേരം ഇനി രാത്രി സന്ധ്യയാകുമ്പോൾ എണ്ണിക്കുമല്ലോ, അപ്പോൾ ഒരു വിശപ്പ് കാണും, അപ്പം കൊടുക്കണമെന്നും പറഞ്ഞ് അങ്ങനെ വെച്ചേക്കുകയാണ്. അങ്ങനെ മാനസ ആദ്യമായിട്ടൊരു കല്യാണത്തിന് പോയി, കല്യാണപ്പെണ്ണിനെയും ചെറുക്കനെയൊക്കെ കണ്ടു.
എന്നിട്ട് എൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചു, മുമ്പോട്ട് കല്യാണപ്പെണ്ണും ചെറുക്കനെയും കണ്ടമ്മേ. അപ്പോൾ എന്നോട് ചോദിക്കുക, അമ്മ കണ്ടോ? ഞാൻ പറഞ്ഞാൽ കണ്ട്. അങ്ങനെ നമ്മൾക്ക് വലിയൊരു സന്തോഷമായി. കുറേ നാളായി ഇങ്ങനെ പുറത്തോട്ടൊക്കെ ഇങ്ങനെ ഒരു ഇതിന് പോയിട്ട്. അപ്പോൾ ഇനി ആരെങ്കിലുമൊക്കെ കല്യാണമൊക്കെ വിളിക്കുകയാണെങ്കിൽ രണ്ടുപേർക്ക് പോകാം. പക്ഷെ ഒരു കാര്യം, തല നിറയെ മണ്ണാണ്. ഇതിന് പോകാൻ എന്ത് പാടാന്നറിയാം. എന്തായാലും അവൾ ഹാപ്പി, ഞാൻ ഹാപ്പി. ആ ഉടുപ്പ് മൊത്തം അഴുക്കാക്കിയിട്ടാണ് വന്നത്. ഇനിയിപ്പം അതെല്ലാം വൃത്തിയാക്കണം. കുറേ ജോലികൾ ഇങ്ങനെ കിടക്കുകയാണ്, ഒന്നും പറ്റുന്നില്ല. നേരത്തെ എണീക്കാമെങ്കിൽ നമ്മൾ പുറത്തുനിന്ന് നടക്കണം. ഒത്തിരി നാളായി കുഞ്ഞുമായിട്ട് വെളിയിൽ നടന്നിട്ട്. കാരണം ഈ മഴയൊക്കെ ആകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ നടക്കാൻ. അങ്ങനെ ഒരു പെണ്ണും ചെറുക്കനും ഇല്ലേ പുതിയൊരു ജീവിതത്തിലേക്ക് കടക്കുകയാണ്. ഞാൻ പ്രാർത്ഥിക്കാറുണ്ട് ആരുടെ ഒരു കല്യാണ സമയത്തും. കല്യാണത്തിന് പോവുകയാണെങ്കിൽ ആ സമയത്ത് ഞാൻ പ്രാർത്ഥിക്കും. എന്തെല്ലാം പ്രതീക്ഷകളായിരിക്കും ആ പെണ്ണിനും ചെറുക്കനും ഉണ്ടാകുന്നത്. അതെല്ലാം ഒരു കുഴപ്പമില്ലാതൊക്കെ ഇങ്ങനെ ജീവിച്ച് പോകാൻ പറ്റണമെന്ന് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. അപ്പോൾ പിന്നെ ആ പെണ്ണിൻ്റെ അച്ഛൻ്റെ അമ്മയുടെ ആ ഒരു സന്തോഷം, ആങ്ങളെയൊക്കെ ഉണ്ട്. അപ്പോൾ അവരുടെയൊക്കെ ഒരു സന്തോഷം ഒരു വലിയ കാര്യമാണ്. കാരണം എന്തെല്ലാം പ്രതീക്ഷകളാണ് അവർക്കുണ്ട്. ഇത്രയും നാൾ അവർ വളർത്തി വലുതാക്കിയ മകളെ ഒരാളുടെ കയ്യിൽ പിടിച്ചേൽപ്പിക്കുകയാണ്. അതുവരെ അവർക്കൊരു സമാധാനമില്ല. കാരണം ഞങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഇവിടെ ആര് നോക്കും എന്നുള്ളതാണ്. ഇനിയിപ്പം അയാൾ നോക്കിക്കോളൂ എന്നുള്ള പ്രതീക്ഷയുമായിട്ട് പോകുന്നു. എന്തായാലും എല്ലാം നല്ലതായിട്ട് നടക്കട്ടെ അല്ലേ? ഇതൊക്കെയായിരുന്നു ഇന്നത്തെ കുറേ കാര്യങ്ങൾ. ഇനി എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറയാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഇനി അടുത്ത വീഡിയോയിൽ പറയാം. ഓക്കെ. ഞാൻ അവിടെ ചെന്നപ്പോൾ അവിടെ ട്യൂഷൻ സെൻ്ററിൽ പഠിപ്പിച്ച ഒരു സാധനം ഉണ്ടായിരുന്നു. പിന്നെ ട്യൂഷൻ സെൻ്ററിൽ പഠിക്കുന്ന പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു. എല്ലാവരെയും കണ്ടു. ഞായറാഴ്ചയായിട്ട് എല്ലാവരും എന്താണ് പരിപാടി? ഇന്ന് വൈകുന്നേരം ആയില്ലേ? ഇപ്പോൾ എല്ലാവർക്കും ഒരു മ്ലാനതയായിരിക്കും, നാളെ ജോലിക്ക് പോകണം. ഇന്നലെ വൈകുന്നേരം എല്ലാവർക്കും സന്തോഷമായിരുന്നു. ഇന്ന് എല്ലാവർക്കും മ്ലാനത, നാളെ ജോലിക്ക് പോകണമല്ലോ, ഒരു ദിവസം എത്ര പെട്ടെന്ന് പോയി, ഇനി ചില ജോലികൾ ഇനിയും ചെയ്യാനുണ്ട്, ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളായിരിക്കും മനസ്സിലൂടെ പോകുന്നത്. അപ്പോൾ എന്തായാലും അങ്ങനെയൊക്കെ പോകുന്നു. വീണ്ടും കാണാൻ ലൈവിൽ വരുന്നുണ്ട്, ഇടയ്ക്കൊക്കെ വരും സമയം പോലെ. അപ്പോൾ എല്ലാവരും വരിക. ഓക്കെ.